മലപ്പുറം മഞ്ചേരി ചെരണയിൽ വാണിജ്യ കെട്ടിടത്തിന് മുകളിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ ഫോറൻസിക് സംഘം ഇന്ന് പരിശോധന നടത്തി. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കെട്ടിടത്തിലെ താമസക്കാരിൽ നിന്നും വ്യാപാരികളിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇന്നലെയാണ് ചെരണയിലെ കെട്ടിടത്തിന് മുകളിൽ നാട്ടുകാർ അസ്ഥികൂടം കണ്ടെത്തിയത്. ഇരുനില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ കടകളും രണ്ടാം നിലയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന മുറികളുമാണ്. ഇതിനു മുകളിലാണ് രാത്രി അസ്ഥികൂടം കണ്ടത്. ഫ്ലക്സ് ഉപയോഗിച്ച് മറച്ച നിലയിലായിരുന്നു അസ്ഥികൂടം. എപ്പോഴും ആളനക്കമുള്ള സ്ഥലമായിട്ടും ആരും കണ്ടിരുന്നില്ലെന്നും ദുർഗന്ധവുമുണ്ടായില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിന് മുകളിൽ വലിയ ഫ്ലക്സ് ഫിറ്റ് ചെയ്ത സ്ഥലമാണ്. ഞങ്ങൾ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ ഞങ്ങൾ ഓഫീസുണ്ട്. അവിടെ ഇരിക്കാറുണ്ട് ഫുൾ ടൈം ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ. പക്ഷേ ആർക്കും ഒരു സംശയം തോന്നിയിട്ടില്ല. ആരാണ് എന്ന് അറിയണേ തന്നെ വേണം. പക്ഷേ നാട്ടിൽ നിന്ന് ആരും മിസ്സായതായിട്ട് ഞങ്ങളെ ശ്രദ്ധയിലൊന്നും പെട്ടിട്ടില്ല. ഞങ്ങളൊരു ഓഫീസാണ്. ഒരു മാസമായിട്ട് ഞങ്ങളത് നേരെ ഈ ഓഫീസിൽ കിടക്കുന്നുണ്ട്. ഞങ്ങളത് ഉണ്ടെങ്കിൽ മാസനെയോ അല്ലെങ്കിൽ വർഷം പട്ടമിട്ട് വർക്ക് അങ്ങനെയൊക്കെ വരുമല്ലോ. ഒരു ബോഡി കാണാൻ അങ്ങനെ ഉണ്ടാവുമല്ലോ. കണ്ടില്ല ഞങ്ങൾക്ക് ദൂരത്തുണ്ട്. അതേപോലെ തന്നെ ഇവിടെ താഴെഭാഗത്ത് തമിഴ്നാട് സ്വദേശികൾ വർക്കുണ്ട്. 6 പേരുണ്ട്. ഒരു 2 ദിവസം മുമ്പ് ഓപ്പൺ ടെറസിൽ പോയിരുന്നു എന്ന് പറഞ്ഞു. ഈ സംഭവ സ്ഥലത്ത് നടന്ന കാലത്ത് പോയിരുന്നു എന്ന് പറഞ്ഞു. അതൊന്നും അവരെ അങ്ങനെ സ്പെല്ല് ചെയ്യുകയോ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. പല അസ്വാഭാവികതകളും ബാക്കിയാണ് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഇതിന് മുകളിലേക്കൊക്കെ തൊഴിലാളികൾ പലപ്പോഴായി കയറാറുണ്ട്. അപ്പോഴൊന്നും അവരുടെ ശ്രദ്ധയിലൊന്നും പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും മഞ്ചേരി പോലീസും തെളിവുകൾ ശേഖരിച്ചു. അസ്ഥികൂടം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രദേശത്തെയും തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനുകൾ രജിസ്റ്റർ ചെയ്ത തിരോധാന കേസുകളുടെയും പട്ടിക പോലീസ് ശേഖരിച്ചു വരികയാണ്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.